ഹായ് ഗായ്സ്, വെൽക്കം ടു സഫീസ് ഹോം ഡയറി. അപ്പോൾ നമ്മളങ്ങനെ ഉണക്കമുന്തിരിയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. നമ്മളെപ്പോഴും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണിത്. പക്ഷേ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1 മണിക്കൂർ മുൻപേ തന്നെ മുന്തിരി എടുത്ത് ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കാം. ഇനി മുന്തിരി മുങ്ങി കിടക്കാൻ പാകത്തിന് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെന്ന് പറയുമ്പോൾ മുന്തിരി ഒരുപാട് നേരം കിടന്ന് തിളക്കരുത്. ആ തിള വന്നു തുടങ്ങുമ്പോൾ തന്നെ ഈ മുന്തിരി ഇങ്ങനെ പൊട്ടണ പോലെ കാണാൻ പറ്റും. നമുക്ക് കണ്ട ഒരു മുന്തിരി ഇങ്ങനെ അനങ്ങണത് അത് ജസ്റ്റ് ഇങ്ങനെ പൊട്ടണതാണ്. നമ്മൾ എല്ലാം പൊട്ടണത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. ഓരോന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം. അതാണ് ഇതിൻ്റെ പാകം. ഒരുപാട് നമ്മൾ ഇത് തിളപ്പിക്കുകയാണെങ്കിൽ ഉണങ്ങി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗോൾഡൻ റൈസിൻസ്, അതായത് നമ്മുടെ ഈ ഉണക്കമുന്തിരിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടോ, ഒരെണ്ണം അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ പൊട്ടാൻ വെയിറ്റ് ചെയ്യണ്ട. പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് ഡ്രെയിൻ ചെയ്ത് മാറ്റണം. അതെന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ ഇത് കിടന്നിട്ട് വീണ്ടും നമ്മുടെ മുന്തിരി കുക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് സമയം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ വെള്ളമൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഭംഗി ഇതിലുള്ള നനവുകൾ പോവാനായിട്ട് വിടർത്തിയിടുകയാണ്. ടിഷ്യൂ പേപ്പർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്തോ കിച്ചൺ ടവൽ അങ്ങനെ എന്തെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണി എന്തായാലും മതി. ഇതിലെ നനവ് നമുക്ക് പോയി കിട്ടിയാൽ മാത്രം മതി. ഞാനിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ എല്ലാം നന്നായി നനഞ്ഞിരുന്നു. അപ്പോൾ അത് മാറ്റി വീണ്ടും പുതിയൊരു കുറച്ച് ടിഷ്യൂ പേപ്പറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വെയിലത്ത് വെച്ച് തുടങ്ങിയത്. പിന്നെ 2 ദിവസവും വെച്ചു. അങ്ങനെ മൊത്തം 3 ദിവസം ഉണക്കിയതിന് ശേഷമാണ് എനിക്കിത് റെഡിയായി കിട്ടിയത്. ഇപ്പോൾ കണ്ടോ, നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും പുറത്തുനിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നമുക്ക് ഉണക്കമുന്തിരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്തിരി വാങ്ങുമ്പോൾ കുറച്ചും കൂടി വലിയ മുന്തിരി വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഉണങ്ങി വരുമ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് ഉണ്ടാവും. ഇത് ചെറുതായിരുന്നത് കൊണ്ട് കുറച്ച് ഫ്ലഷ് കുറവ് പോലെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ 3 ദിവസം വെയിലത്ത് വെച്ചെന്ന് കരുതി ചിലപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ശരിയായി കിട്ടും. ചിലപ്പോൾ 3 ദിവസത്തിൽ കൂടുതൽ ആവശ്യം വരും. അതിപ്പോൾ ഒരു സ്ഥലത്തെ വെയിലിനനുസരിച്ചിരിക്കും. അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഇത് കഴിച്ചു നോക്കുക റെഡി ആയിട്ടുണ്ടോയെന്ന്. നമുക്ക് കുരുവില്ലാത്ത കറുത്ത മുന്തിരി വാങ്ങിച്ചിട്ടാണെങ്കിലും കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ബൈ ബൈ.